മോർണിംഗ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് LRU റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം ആണ്. LRU മീൻസ് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ്. ഒരു പുതിയ ബ്ലോക്കിനെ ക്യാഷിലേക്ക് കൊണ്ടുവരണം. അതായത് പുതിയൊരു ബ്ലോക്കിനെ ക്യാഷിലേക്ക് ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ക്യാഷ് പൊസിഷൻസ് എല്ലാം ഒക്കുപൈഡും ആണ്. ക്യാഷ് ഫുള്ളായിട്ടിരിക്കുന്നൊരു കണ്ടീഷനിൽ ക്യാഷിലേക്ക് ഒരു പുതിയ ബ്ലോക്കിനെ കൊണ്ടുവരണം. അപ്പോൾ ക്യാഷിൽ ഏതെങ്കിലും ഇപ്പോൾ ഒക്കുപൈഡ് ആയിട്ടുള്ള സ്പേസിലെ ഒരു ബ്ലോക്കിനെ റീപ്ലേസ് ചെയ്താലേ പുതിയൊരു ബ്ലോക്കിനെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ അതിൽ ഏത് ബ്ലോക്കിനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് ഉള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റീപ്ലേസ്മെൻറ്റ് അൽഗോരിതമാണ് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം, അല്ലെങ്കിൽ LRU റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം. അപ്പോൾ നമ്മളിവിടെ ക്യാഷ് മാപ്പിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടെക്നിക്സ് പഠിച്ചു. ഡയറക്റ്റ് മാപ്ഡ് പഠിച്ചു, അസോസിയേറ്റീവ് പഠിച്ചു, സെറ്റ് അസോസിയേറ്റീവ് പഠിച്ചു. അപ്പോൾ അതിനകത്ത് ഓരോന്നിലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡയറക്റ്റ് മാപ്ഡ് ക്യാഷിൻ്റെ കേസിലാണെങ്കിൽ ഓരോരോ മെമ്മറി ബ്ലോക്കിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോരോ ക്യാഷ് ബ്ലോക്സും ഉണ്ട്. ക്യാഷിൽ ഏത് ലൈനിലാണ് ഓരോരോ ബ്ലോക്കും വരേണ്ടതെന്ന് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അപ്പോൾ അവിടെ ഏത് ബ്ലോക്കിനെ റിമൂവ് ചെയ്യും എന്നൊരു കേസ് വരുന്നില്ല. കാരണം ഇപ്പോൾ ക്യാഷിലുള്ള ബ്ലോക്കിനെ അല്ല പ്രോസസ്സർ റെഫറൻസ് ചെയ്തതെങ്കിൽ പുതിയൊരു ബ്ലോക്കിനെ മെമ്മറിയിൽ നിന്ന് ക്യാഷിലേക്ക് കൊണ്ടുവരണം. ആ ടൈമിൽ ആ ബ്ലോക്ക് ഏത് ക്യാഷ് ബ്ലോക്കിലേക്കാണോ വരേണ്ടത്, ആ സ്പേസ് ഫ്രീ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഏത് ബ്ലോക്കാണോ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ആ ബ്ലോക്കിനെ റിമൂവ് ചെയ്തിട്ട് പുതിയ ബ്ലോക്കിനെ കൊണ്ടുവരിക. അങ്ങനെ ഒരു കാര്യമുള്ളൂ. അവിടെ അപ്പോൾ ഏത് ബ്ലോക്കിനെ റിമൂവ് ചെയ്യും അങ്ങനെ ഒരു ക്വസ്റ്റ്യനേ വരുന്നില്ല. കാരണം ഓരോരോ മെമ്മറി ബ്ലോക്കിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോരോ ക്യാഷ് ബ്ലോക്സും ഉണ്ട്. അപ്പോൾ പുതിയൊരെണ്ണത്തെ കൊണ്ടുവരുമ്പോൾ അതിന് ഇരിക്കാൻ സ്പേസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് പറഞ്ഞിരിക്കുന്ന സ്പേസിൽ വേറൊരു ബ്ലോക്ക് ഇരിപ്പുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. അതാണ് ഡയറക്റ്റ് മാപ്ഡ് ക്യാഷ്. അപ്പോൾ അവിടെ വളരെ സിമ്പിളാണ് കാര്യം. ഇനി അടുത്തത് അസോസിയേറ്റീവ് ആൻഡ് സെറ്റ് അസോസിയേറ്റീവ് ക്യാഷ്. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് ആണ് ക്യാഷിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞാൽ, റീസെൻ്റ് ആയിട്ട് റെഫർ ചെയ്ത ഒരു ബ്ലോക്കിനെ നിയർ ഫ്യൂച്ചറിൽ എഗെയിൻ റെഫറൻസ് ചെയ്യാനായിട്ട് ഹൈ പ്രോബബിലിറ്റി ആണുള്ളത്. അതായത് ഒരു വട്ടം ഇപ്പം ജസ്റ്റ് റെഫർ ചെയ്ത ഒരെണ്ണത്തിനെ തൊട്ടടുത്ത ഒരു ടൈം മൊമെൻറ്റിൽ തന്നെ എഗെയിൻ റെഫറൻസ് ചെയ്യാനായിട്ട് ഒരു സാധ്യത കൂടുതലാണ്, പ്രോബബിലിറ്റി കൂടുതലാണ് അങ്ങനത്തെയുള്ള ബ്ലോക്കിന്. അപ്പോൾ നമ്മളപ്പോൾ ഒരു ബ്ലോക്കിന് പകരം മറ്റൊന്നിനെ കൊണ്ടുവരുമ്പോൾ ഇവിടുന്ന് ഏത് ബ്ലോക്കിനെ, ക്യാഷിൽ നിന്ന് ഏത് ബ്ലോക്കിനെ റിമൂവ് ചെയ്യും എന്നൊരു ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് പറഞ്ഞിരിക്കുന്നത്. അതായത് റെഫർ ചെയ്തിട്ട് കുറേ ടൈം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്ലോക്കിനെ വേണം റിമൂവ് ചെയ്യാൻ. അതായത് ആ റിമൂവ് ആവുന്ന ബ്ലോക്ക് ഈ അടുത്തൊന്നും റെഫർ ചെയ്തിട്ടുണ്ടാവരുത്. കാരണം തൊട്ടടുത്ത് തന്നെ അതിനെ ഇപ്പോൾ ഈ അടുത്ത് തന്നെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു മൊമെൻറ്റിൽ അതിനെ റെഫർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ബ്ലോക്സിനെ ഒന്നും ആയിരിക്കരുത് റീപ്ലേസ് ചെയ്യേണ്ടത്. പക്ഷേ കുറേ നേരത്തെ റെഫർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്ലോക്കിനെ ആയിരിക്കണം റിമൂവ് ചെയ്യാൻ. അതായത് ഒരു ഓൾഡർ എന്ന് നമുക്ക് പറയാം, വളരെ ഓൾഡായിട്ടുള്ളൊരു ബ്ലോക്കിനെ വേണം റിമൂവ് ചെയ്യേണ്ടത്. ഈ അടുത്ത് റെഫർ ചെയ്ത ഒരു ബ്ലോക്കിനെ റിമൂവ് ചെയ്യരുത്. അതാണ് അസോസിയേറ്റീവ് ആൻഡ് സെറ്റ് അസോസിയേറ്റീവ് ക്യാഷിൽ പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ഒരു മൊമെൻറ്റിൽ റെഫർ ചെയ്ത ഒരു ബ്ലോക്കിനെയാണ് നമ്മൾ ലീസ്റ്റ് റീസെൻ്റ്ലി കഴിഞ്ഞ മൊമെൻറ്റിൽ യൂസ് ചെയ്യാത്തത്. അതായത് അതിനെ റെഫർ ചെയ്തിട്ട് ആ ഒരു ബ്ലോക്കിനെ റെഫർ ചെയ്തിട്ട് കുറേ ടൈമായി, അത് കുറച്ച് ഓൾഡ് ബ്ലോക്കായി മാറി. അപ്പോൾ അതിനെയാണ് നമ്മൾ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ളൊരു ബ്ലോക്കിനെ ആയിരിക്കണം ക്യാഷിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത്.
ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ ക്യാഷിലേക്ക് ഒരു പുതിയ ബ്ലോക്കിനെ കൊണ്ടുവരണം. അപ്പോൾ ക്യാഷിൽ സ്പേസ് ഇല്ല, അന്നേരം ഓൾറെഡി ക്യാഷിലുള്ള ഒരു ബ്ലോക്കിനെ റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ആ റിമൂവ് ആവുന്ന ബ്ലോക്ക് ഈ അടുത്തൊന്നും റെഫർ ചെയ്തിട്ടുള്ളതാവരുത്. കാരണം ഈ അടുത്ത് റെഫർ ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്കിന് തൊട്ടടുത്ത മൊമെൻറ്റിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു ടൈം മൊമെൻറ്റിൽ അതിനെ റെഫർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ LRU അൽഗോരിതം യൂസ് ചെയ്യണമെങ്കിൽ ക്യാഷ് കൺട്രോളർ ഓരോരോ ബ്ലോക്കിൻ്റെയും റെഫറൻസസ് ട്രാക്ക് ചെയ്യണം. കാരണം അത് തൊട്ടടുത്ത മൊമെൻറ്റിൽ റെഫർ ചെയ്തതാണോ അല്ലയോ എന്ന് അറിയണ്ടേ. അപ്പോൾ ഓരോരോ റെഫറൻസിനെയും ട്രാക്ക് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സെറ്റ് അസോസിയേറ്റീവ് ക്യാഷിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു സെറ്റ് അസോസിയേറ്റീവ് ഓർമ്മയുണ്ടല്ലോ. അതായത് ഇവിടെ ക്യാഷിനെ കുറേ സെറ്റായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓരോരോ സെറ്റിലും കുറച്ച് ബ്ലോക്സും ഉണ്ടാവും. അപ്പോൾ മെമ്മറിയിൽ ഒരു ബ്ലോക്കിന് ഈ സെറ്റിലേക്കായിരിക്കും മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെറ്റിൽ ഏത് ബ്ലോക്കിലേക്ക് വേണേലും അതിനെ അസൈൻ ചെയ്യാം. അങ്ങനെ ഒരു ഫ്രീഡം സെറ്റ് അസോസിയേറ്റീവ് ക്യാഷിലുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തതുമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഒരു സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് ചെയ്തിട്ടുള്ളൊരു ക്യാഷാണ് എടുക്കുന്നത്. അവിടെ ഒരു സെറ്റിൽ 4 ബ്ലോക്കുണ്ട്. അപ്പോൾ 4 ബ്ലോക്കിൻ്റെ സ്പേസ് ഒരു സെറ്റിലും ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ റെഫറൻസസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ബ്ലോക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അതിനെ ഒരു കൗണ്ടറുണ്ട്. 2 ബിറ്റ് കൗണ്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓരോ ബ്ലോക്കും ഒരു സെറ്റിൽ ഇപ്പോൾ 4 ബ്ലോക്ക് ഉണ്ടെങ്കിൽ 4 ബ്ലോക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഓരോരോ 2 ബിറ്റ് കൗണ്ടറുണ്ട്. 2 ബിറ്റ് കൗണ്ടർ എന്ന് പറയുമ്പോൾ അതിന് 0, 1, 2, 3 ഇങ്ങനെ 4 സ്റ്റേറ്റ് വരെ കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ നോക്കാം. S0 എന്നൊരു സെറ്റ്, S1 എന്നൊരു സെറ്റ്. S0 എന്ന് പറയുന്ന സെറ്റിൽ 4 ക്യാഷ് ലൈൻ ഉണ്ട്. L0, L1, L2, L3. അതുപോലെ S1 എന്ന് പറയുന്ന സെറ്റിൽ അഗെയിൻ 4 ക്യാഷ് ലൈൻ ഉണ്ട്. L4, L5, L6, L7. ഇനി ഓരോരോ ക്യാഷ് ലൈനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബ്ലോക്കിൽ എന്തുണ്ട്, ഒരു കൗണ്ടറുണ്ട്. കൗണ്ടർ വാല്യൂസാണ് ഇവിടെ 2, 2, 2, 1 എന്നെല്ലാം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഒരു ക്യാഷ് ഹിറ്റ് എന്താണെന്ന് അറിയാലോ. പ്രോസസ്സർ ഒരു റിക്വസ്റ്റ് കൊടുത്തു, ആ റിക്വസ്റ്റ് ചെയ്ത ആ ഒരു വേർഡ് ക്യാഷിൽ തന്നെ ഉണ്ട്. അതിനെയാണ് ക്യാഷ് ഹിറ്റ് എന്ന് പറയുന്നത്. ക്യാഷിലില്ലാത്തൊരു കേസ് അതിനാണ് ക്യാഷ് മിസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് മിസ്സുള്ള ടൈമിൽ അതിനെ മെമ്മറിയിൽ നിന്ന് ക്യാഷിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ക്യാഷ് ഹിറ്റ് അതായത് പ്രോസസ്സർ റിക്വസ്റ്റ് ചെയ്തത് ക്യാഷിൽ തന്നെ ഉണ്ട്. ഒരു ക്യാഷ് ഹിറ്റ് ഒക്കർ ചെയ്യുന്ന ടൈമിൽ ഏത് ബ്ലോക്കിനെയാണോ റെഫർ ചെയ്തത് അതിൻ്റെ ആ ബ്ലോക്കിൻ്റെ കൗണ്ടറിനെ 0യിലേക്ക് സെറ്റ് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള ബ്ലോക്കിൻ്റെ കേസ് ചെയ്യേണ്ടത് ഇപ്പോൾ റെഫർ ചെയ്ത ബ്ലോക്കിലെ ആ ബ്ലോക്കിൻ്റെ ഈ 0 സെറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു കൗണ്ടർ വാല്യൂ ഉണ്ടല്ലോ, അതിനേക്കാൾ ലോവറായിട്ട് കൗണ്ടർ വാല്യൂ ഉള്ള ബ്ലോക്ക് അതിൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യണം. ബാക്കിയുള്ളതിന് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് B1 എന്ന് പറയുന്ന ഈ ബ്ലോക്കിനെ റെഫർ ചെയ്തെന്ന് വെച്ചോ. L1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള B1. ആ B1ൽ അതിൻ്റെ കൗണ്ടർ വാല്യൂ ഇപ്പോൾ 2 ആണ്. അപ്പോൾ അതിനെ റെഫർ ചെയ്തതുകൊണ്ട് അതിൻ്റെ വാല്യൂ എന്താക്കി മാറ്റണം, 0 ആക്കി മാറ്റണം. നിങ്ങൾ റൈറ്റ് സൈഡിലെ ഡയഗ്രം നോക്കുക. റെഫർ ചെയ്തതിന് ശേഷമുള്ളതാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അവിടെ B1ൻ്റെ വാല്യൂ 0 ആക്കിയിട്ടുണ്ട്. ഇനി ഒറിജിനലി B1ൻ്റെ കൗണ്ടർ വാല്യൂ 2 ആയിരുന്നു. അതിനേക്കാൾ ലെസ് ആയിട്ടുള്ള കൗണ്ടർ വാല്യൂ ഉള്ള ബ്ലോക്ക് ഏതാണ്, അത് B3 ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, B3യുടെ കൗണ്ടർ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതായത് 1 എന്നുള്ളത് 2 ആക്കി മാറ്റണം. റൈറ്റ് സൈഡ് നോക്കിയാൽ B3 2 ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് അതായത് B0യും B2 അതിൻ്റെ കൗണ്ടർ വാല്യൂ 2 തന്നെയാണ്. അത് B1ൻ്റെ നേരത്തെ ഉള്ള കൗണ്ടർ വാല്യൂവിന് ഈക്വലാണ്. അതുകൊണ്ട് അതിന് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ റൈറ്റ് സൈഡിൽ നോക്ക്, റെഫർ ചെയ്ത B1ൻ്റെ വാല്യൂ 0 ആയി. B1ൻ്റെ നേരത്തെ ഉള്ള കൗണ്ടർ വാല്യൂവിനേക്കാൾ കുറഞ്ഞ കൗണ്ടർ വാല്യൂ ഉള്ള B3ൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ആയി 2 ആയി. B0ൻ്റെയും B2ൻ്റെയും വാല്യൂവിൽ ചേഞ്ച് ഇല്ല. ഇതാണ് ഒരു
ക്യാഷ് ഹിറ്റ് നടക്കുന്ന ടൈമിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇനി ക്യാഷ് മിസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ റിക്വസ്റ്റ് ചെയ്ത വേർഡ് ക്യാഷിലില്ല, അതിനെ മെമ്മറിയിൽ നിന്ന് ലോഡ് ചെയ്യണം, ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ക്യാഷ് മിസ് ഒക്കർ ചെയ്യുന്നതിന് 2 കേസസ് ഉണ്ട്. ഒന്നെങ്കിൽ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ഫുള്ളല്ല, അതായത് സെറ്റിൽ ഇനി ഫ്രീ സ്പേസസ് ഉണ്ട്, പക്ഷേ ഒരു ക്യാഷ് മിസ് സംഭവിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? പുതിയൊരു അല്ലെങ്കിൽ ഏതാണോ റിക്വസ്റ്റ് ചെയ്ത ബ്ലോക്ക്, ആ ബ്ലോക്കിനെ മെമ്മറിയിൽ നിന്ന് ഈ ഫ്രീ സ്പേസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ കൊണ്ടുവരുന്ന ബ്ലോക്കിലെ അതിനെ ഇവിടെ ഫ്രീ ആയിട്ടുള്ള ആ ഒരു സ്പേസിലേക്ക് വെക്കുക, എന്നിട്ട് അതിൻ്റെ കൗണ്ടർ 0 ആക്കുക, എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ബ്ലോക്കിൻ്റെയും കൗണ്ടർ വാല്യൂസ് 1 ഇൻക്രിമെൻ്റ് ചെയ്യണം. ഇവിടെ നോക്കുക, S0 എന്ന് പറയുന്ന സെറ്റിൽ L1 എന്ന് പറയുന്ന ബ്ലോക്ക് ഫ്രീ ആണ്. അവിടെ നമ്മൾ B4 ആണ് പ്രോസസ്സർ റിക്വസ്റ്റ് ചെയ്തത്, അതിവിടെ ഇല്ല, അതുകൊണ്ടൊരു ക്യാഷ് മിസ്സാണ്. അപ്പോൾ B4നെ മെമ്മറിയിൽ നിന്ന് ലോഡ് ചെയ്യണം. അപ്പോൾ മെമ്മറിയിൽ നിന്ന് ലോഡ് ചെയ്യുന്ന കേസാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. B4നെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൗണ്ടർ വാല്യൂ 0 ആയിട്ട് വെക്കുക. ബാക്കി എല്ലാ ബ്ലോക്കും ഇവിടെ നേരത്തെ ഈ S0 സെറ്റിൽ ഉണ്ടായിരുന്ന എല്ലാ ബ്ലോക്കിൻ്റെയും കൗണ്ടർ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ചെയ്യണം. B0ൻ്റെ 2ൽ നിന്ന് 3 ആയിട്ടുണ്ട്, B2ൻ്റെ 2ൽ നിന്ന് 3 ആയിട്ടുണ്ട്, B3ൻ്റെ 1ൽ നിന്ന് 2 ആയിട്ടുണ്ട്. ഇതാണ് ക്യാഷ് മിസ് ഒക്കർ ചെയ്യുന്ന കേസ്. ഇവിടെ ഒരു ക്യാഷിൻ്റെ ബ്ലോക്ക് ഫ്രീ ആയിട്ടുള്ള കേസുമാണ്. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ, ഒരു ക്യാഷ് മിസ് ഒക്കർ ചെയ്തു, പക്ഷേ സെറ്റ് ഫുള്ളാണ്, അതായത് സെറ്റിൽ ഇനി സ്പേസ് ഇല്ല. ആ ടൈമിൽ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബ്ലോക്കിനെ റിമൂവ് ചെയ്തിട്ടേ പുതിയ ബ്ലോക്കിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലേത് ബ്ലോക്കിനെ റിമൂവ് ചെയ്യും? എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ കൗണ്ടർ വാല്യൂ ഉള്ള ബ്ലോക്കിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ മാക്സിമം 3 വരെ വരും. അപ്പോൾ 3 വാല്യൂ ഉള്ളതിനെ റിമൂവ് ചെയ്യുക, എന്നിട്ട് പുതിയ ബ്ലോക്കിനെ ഇതിലേക്ക് കൊണ്ടുവരിക. ആ 3 റിമൂവ് ചെയ്ത ആ ബ്ലോക്കില്ലേ അതിൻ്റെ സ്പേസിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കൊണ്ടുവരുന്ന ബ്ലോക്കിൻ്റെ കൗണ്ടർ വാല്യൂ 0 ആക്കി വെക്കുക. ബാക്കിയുള്ളതിൻ്റെ എല്ലാ ബ്ലോക്കിൻ്റെയും കൗണ്ടർ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ചെയ്യുക. ഇതിവിടെ നോക്ക്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് S0 എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ L0 L3 വരെയുള്ള എല്ലാ ബ്ലോക്സും ഫിൽഡ് ആണ്. B4 എന്ന് പറയുന്നൊരു ബ്ലോക്കിനെ പ്രോസസ്സർ റിക്വസ്റ്റ് ചെയ്തു, അതിവിടെ ഇല്ല. എന്നിട്ട് എന്ത് വേണം? ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്ലോക്കിനെ റിമൂവ് ചെയ്തിട്ട് B4നെ കൊണ്ടുവരണം. അപ്പോൾ ഇതിനെ റിമൂവ് ചെയ്യുന്നുള്ളത് അതിൻ്റെ കൗണ്ടർ വാല്യൂ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കൗണ്ടർ വാല്യൂ ഉള്ളത് B1നാണ്, 3 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ ആ B1നെ റിമൂവ് ചെയ്യുക, ആ പ്ലേസിലേക്ക് B4നെ കൊണ്ടുവരിക. ഇപ്പോൾ റൈറ്റ് സൈഡ് നോക്കിയാൽ കാണാം, B1ൻ്റെ പ്ലേസിൽ B4 ഉണ്ട്, അതിൻ്റെ കൗണ്ടർ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ബ്ലോക്കിൻ്റെയും കൗണ്ടർ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ചെയ്തിട്ടുണ്ട്. B0 2ൽ നിന്ന് 3 ആയി, B2 2ൽ നിന്ന് 3 ആയി, B3 1ൽ നിന്ന് 2 ആയി. ഇതാണ് ക്യാഷ് മിസ് ഉള്ള ഒരു കേസിൽ സെറ്റ് ഫുള്ളാണെങ്കിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും റീപ്ലേസ്മെൻറ്റ് അൽഗോരിതമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് ഡയറക്റ്റ് മാപ്പിൻ്റെ കേസിൽ എന്താണ്, അസോസിയേറ്റീവ് ആൻഡ് സെറ്റ് അസോസിയേറ്റീവിൻ്റെ കേസിൽ എന്താണ്, അതിൽ തന്നെ ക്യാഷ് ഹിറ്റ് എന്ത് സംഭവിക്കുന്നു, ക്യാഷ് മിസ്സിൽ 2 കേസസ്. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.